നമസ്കാരം. മായി വെള്ളിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ ഒരു കറണ്ട് എനർജിയാണ് നോക്കാൻ പോകുന്നത്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് ഈ ഒരു ഓണക്കാലം, ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിങ് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. 7 ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയാം. റെസനേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലൈം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ദ മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നും നല്ലൊരു ത്രെഡാണ് വരുന്നത്. അപ്പം എന്നും എല്ലാവർക്കും ഒരു താഴ്ച ഉണ്ടാവില്ല. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം എന്തായാലും ഉണ്ടാവും. ദ ഹൈ പ്രീച്ചേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. എന്നും എല്ലാവരെയും ഒരിക്കലും യൂണിവേഴ്സ് സങ്കടപ്പെടുത്തുകയില്ല. ഒരു സന്തോഷം, ഒരു സങ്കടത്തിന് ഒരു സന്തോഷമുണ്ട്. യെസ് സത്യം തന്നെയാണ്. ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നേക്കുന്നത്. നീതി തീർച്ചയായും യൂണിവേഴ്സ് നമുക്ക് തരും. ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് തന്നെ വന്നിട്ടുണ്ട്. ടെമ്പറൻസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. വളരെ പോസിറ്റീവായിട്ടിരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആകാം. അപ്പോൾ ഇന്നത്തെ ഒരു ത്രെഡെന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ത്രെഡാണ്, ഒരു എനർജിയാണ് എനിക്കിന്ന് കിട്ടിയേക്കുന്നത്. ഒരുപാട് ചതിക്കപ്പെട്ടവർ, അപ്പം എന്നും അങ്ങനെ ചതിക്കപ്പെടില്ലല്ലോ, അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്നത്തെ ഒരു ത്രെഡെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു ചതിയുടെയോ ഒരു വഞ്ചനയുടെയോ ഒരു വീഴ്ചയുടെയോ ഒരു പടവിൽ നിന്ന് നിങ്ങൾ തിരിച്ച് നടക്കുന്നു. നിങ്ങൾ കൈപിടിച്ച്, ഈശ്വരനായിരിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം, ആ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയേക്കുന്നു. നിങ്ങളൊരു തിരിച്ച് വരവിന് ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു ആഘോഷമുണ്ടാവാൻ പോകുന്നു. 4 ഓഫ് വാൻസ് പറയുന്നു. തീർച്ചയായും നിങ്ങൾ ഒരു നല്ലൊരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതത്തിലോട്ട് നിങ്ങൾ പോകാൻ പോകുന്നു. ഇപ്പം 7 ഓഫ് സോൾസ് പറയുന്നത് ഒരു മേജർ ആർക്കാന കാർഡാണ്. ഇതിൻ്റെ ഉള്ളിൽ സൂചിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേ ചതി, വഞ്ചന, ഒഴിവാക്കൽ, ഒരുപാട് എന്തെല്ലാം നിങ്ങൾ ഈ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ഒരു കാർഡിനകത്തുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങൾ ചതിവ് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ തീരാവേദന അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒഴിവാക്കലിൻ്റെ വേദന എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം അതിൽ നിന്നെല്ലാം ദ മെജീഷ്യൻ കാർഡ് പറയുന്നത് ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു, ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. തീർച്ചയായും ഇതിൽ നിന്ന് ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ തിരിച്ച് അതിശക്തമായിട്ട് നിങ്ങൾ തിരിച്ച്, നിങ്ങൾ പോലും വിചാരിച്ച് കാണത്തില്ല മനസ്സിൽ, ഈശ്വര എനിക്കൊരു തിരിച്ചു വരവ് ഉണ്ടാകുമോ, ഇനിയൊരു സന്തോഷം എനിക്ക് ഉണ്ടാകുമോ, ഒരു നിരാശ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും എല്ലാം അസ്തമിച്ചു എന്ന് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്കുണ്ടാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ദ ഹൈ പ്രീച്ചേഴ്സ് കാർഡ് പറയുന്നതും ഇത് ജഡ്ജ്മെൻറ്റ് കാർഡും വന്നേക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന, അതിശക്തമായ പ്രാർത്ഥന, സത്യസന്ധമായിട്ടാണ് ഈ ഒരു ത്രെഡിൽ വന്നേക്കുന്നത്. നിങ്ങൾ ഈ റീഡിങ് കാണുന്ന നിങ്ങളുടെ ഒരു കറണ്ട് എനർജി, നിങ്ങളുടെ മനസ്സിൻ്റെ സത്യമാണ് ഇവിടെ കാണുന്നത്. ആ സത്യം വിജയിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ദ ഹൈ പ്രീച്ചേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ, നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെയും ഈശ്വരൻ്റെയും മുമ്പിലുള്ള നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ ഒരു പ്രാർത്ഥന, അത് ഈശ്വരൻ തീർച്ചയായും കേട്ടിരിക്കുന്നു. അതിൻ്റെ സമയം എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിലോട്ട് നിങ്ങൾ കടന്നു കഴിഞ്ഞു. ദ ജഡ്ജ്മെൻറ്റ് എനർജി പറയുന്നത് നിങ്ങൾക്ക് നീതി തീർച്ചയായും ലഭിക്കും, അല്ലെങ്കിൽ ലഭിച്ചു എന്ന് തന്നെയാണ്. ദ ടെമ്പറൻസ് കാർഡ് വന്നേക്കുന്നത്. തീർച്ചയായും നിങ്ങളൊരു ബാലൻസിലെത്താൻ പോകുന്നു. നിങ്ങൾ ആ ഒരു തീരാവേദനയുടെയും തീരാനഷ്ടത്തിൻ്റെയും തകർച്ചയുടെയും ആ ഒരു ഇടയിൽ നിന്ന് നിങ്ങളെ ദൈവം കൈപിടിച്ച് മുകളിലോട്ട് ഉയർത്തി നിങ്ങൾ നല്ലൊരു സക്സസ്സിലോട്ട് നിങ്ങൾ എത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിനോടകം എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ എത്രത്തോളം സങ്കടമാണോ നിങ്ങൾ അനുഭവിച്ചത്, 1000 ഇരട്ടി സന്തോഷം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന ഇന്നത്തെ ഗൈഡൻസ്. അപ്പോൾ നമുക്ക് ഒരു കാർഡും കൂടെ എടുത്ത് നോക്കാം, എന്താണ് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എന്നും കൂടെ നമുക്ക് ഒരു കാർഡും കൂടെ എടുത്ത് നോക്കാം.
ഈശ്വര നാരായണ ഈശ്വര ഈശ്വര ഈശ്വര. യെസ്, ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു പുതു തുടക്കം തന്നെയാണ്, ഒരു പുതുജന്മം നിങ്ങൾക്ക് ഈശ്വരൻ തരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ സൂചന. ഒരു പുതിയ തുടക്കം. എല്ലാം അസ്തമയത്തിൽ നിന്ന് സൂര്യൻ ഉദിച്ചുയരുന്നത് എങ്ങനെയാണോ അതുപോലെ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ ഒരുങ്ങിയിരുന്നോളൂ. ഇത് യൂണിവേഴ്സ് കാണിച്ചു തന്ന ഒരു റീഡിംഗ് ആണ്. ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. ഇത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ആണ്. ഈ ഒരു റീഡിംഗ് കാണുന്നവർക്ക് ഇതിൻ്റെ പോസിറ്റിവിറ്റി, എല്ലാവർക്കും ആ ഒരു ദുഃഖവും ദുരിതവും എല്ലാം അനുഭവിക്കുന്ന എല്ലാവരിലേക്കും ഇതൊരു റീഡിങ് റെസനേറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ ഒരു ഹാപ്പിനെസ്സിലോട്ട് പൊക്കോളൂ, ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നോളൂ. നിങ്ങൾക്ക് നല്ലൊരു ഒരു ഉദയ സൂര്യൻ ഉദിച്ചുയരാൻ പോകുന്നത് പോലെ നിങ്ങൾ ഉദിച്ചുയരാൻ പോകുന്നു എന്ന് തന്നെ ഒരു ആശ്വാസത്തിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ. അല്ലെ, ഇതിനോടകം ഒരു സന്തോഷം നിങ്ങളിൽ എത്തിയും കാണും. എന്തായാലും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ ഒരു വിജയം എന്നും നിങ്ങളിലുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.